പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു KS രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ്. അതായത് BJP തന്ത്രി കുടുംബത്തോടൊപ്പം താഴ്മൺ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു. പക്ഷേ BJPയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ KS രാധാകൃഷ്ണൻ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് BJP അറിഞ്ഞുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ BJP അറിയാതെയാണെങ്കിൽ ഇദ്ദേഹം BJPയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളത്. ഇപ്പോ BJP തന്നെ അതുമായി രംഗത്തെത്തുന്നുണ്ട്. എന്താണ് KS രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ ഭാവി? അദ്ദേഹം ഇതിൽ തന്നെ നിൽക്കുമോ, തെറ്റുകൾ തിരുത്തി, അതോ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടി വിടുമോ? അല്ല, ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനോടുള്ള എല്ലാ ആദരവോടും കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്ത ചെയ്തത്. പക്ഷെ ഇന്നത്തെ പത്രവാർത്ത സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ അടിയന്തരമായി നടപടി വരുമെന്നാണ്. കാരണം BJPയെ പോലെ ഒരു പാർട്ടിക്ക് നടപടി എടുക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് KS രാധാകൃഷ്ണനെ പോലെ വലിയ അക്കാഡമിക് നിലവാരമുള്ള ഒരാള് മലയാളത്തിൽ ഇപ്പോൾ മറ്റൊരു പാർട്ടിക്കും അങ്ങനെ അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള പാർട്ടി ഭാരവാഹികൾ എന്ന നിലയിൽ ഞാൻ പറയുന്നത്, CPM-നകത്തൊക്കെ ബുദ്ധിജീവികളുണ്ട്, അവർക്ക് പാർട്ടിക്ക് പുറത്താണ്. പിന്നെയുള്ള സൈദ്ധാന്തികൻ എന്ന് പറഞ്ഞാൽ MP ഗോവിന്ദനാണ്. അപ്പോൾ ആ മാതിരി സൈദ്ധാന്തികന്മാരുടെ കാലത്ത് ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലെ ഒരാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പാർട്ടിക്ക് അവകാശപ്പെടാനില്ലാത്തൊരു സംഗതിയാണ്. വലിയ കാലിബറുള്ള, മീൻസ് നല്ല അക്കാഡമിക് പ്രൊഫൈൽ വളരെ ഹൈ അല്ലേ. അങ്ങനെ ഒരാളെ ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് പ്രത്യക്ഷത്തിൽ പാർട്ടി നിലപാടിന് എതിരാണെങ്കിൽ പോലും ക്രമേണ പാർട്ടി അത് ഉൾപാർട്ടി ചർച്ചകളിലൂടെ പാർട്ടിയുടെ അഭിപ്രായമായി അത് മാറ്റാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന് അത് പറയാനും സ്ഥാപിക്കാനുള്ള ശേഷിയുണ്ടല്ലോ. പാർട്ടിക്കുള്ളിൽ അത് ബോധ്യപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മറ്റൊരു കാരണം, അത്തരം ഒരു നിലപാടിലേക്ക് പാർട്ടിയെ നിർബന്ധിക്കുന്ന മട്ടിലാണ് പാർട്ടികളുടെ അണികളുടെ ഒരു പൊതുവികാരം നമ്മൾ അറിയുന്നത്. ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ചർച്ചക്കെടുക്കുമ്പോൾ KS രാധാകൃഷ്ണന്റെ നിലപാടാണ് ശരി, BJP നിലപാട് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കമന്റ്സിൽ വന്നിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ സാറിന്റെ നിലപാട് പാർട്ടി നിലപാടായി മാറും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. മാത്രമല്ല, ഈ തന്ത്രി കുടുംബം കേസിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് ഐക്യദാർഢ്യം അറിയിക്കാൻ BJPയുടെ സംസ്ഥാന വക്താവ് പോയി. അത് വേണ്ടാത്തൊരു നടപടിയാണെന്ന് അന്ന് തന്നെ മലയാളം വിലയിരുത്തിയതാണ്. ആവശ്യമില്ലാത്തൊരു പണിയാണത്. കുറ്റവാളി ആരായാലും കുറ്റവാളിയാണ്. അപ്പം അതും ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി ജീവിക്കുന്ന ശബരിമലയിലെ അയ്യപ്പന്റെ, മീൻസ് അയ്യപ്പൻ ഭഗവാന്റെ എന്താ പറയാ, പിതൃതുല്യൻ അല്ലെ, പിതൃസ്ഥാനീയനായ ഒരു പദവി വഹിക്കുന്ന വിശ്വാസമാണ്. ഞാൻ പറയുന്ന വിശ്വാസത്തിനെ ഇപ്പൊ യുക്തി കൊണ്ട് ചോദ്യം ചെയ്യാനൊന്നും സാധ്യമല്ല. വിശ്വാസത്തിന്റെ ശരിയുണ്ട്. പിന്നെ ആകെ നമ്മൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന എപ്പോഴാ? ആ വിശ്വാസം കൊണ്ട് ഭൂമിയിൽ ആർക്കെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ, ഇതിപ്പോ ആർക്കാണ്? ശബരിമല അയ്യപ്പൻ മൈനറാണെന്ന് വിശ്വസിക്കാനും, പ്രതിഷ്ഠ, എല്ലാ ദൈവങ്ങളൊക്കെ പ്രതിഷ്ഠകളൊക്കെ മൈനറാണ്. അങ്ങനെ ആകുമ്പോൾ ആ മൈനറിന് പിതൃസ്ഥാനീയനാണ് ഈ തന്ത്രി എന്ന് വിശ്വസിക്കാനും ഒക്കെ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. അങ്ങനെ അവർ വിശ്വസിക്കുന്നതുകൊണ്ട് എന്താ ആർക്കാ ദോഷം? അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഈ തന്ത്രി കുടുംബം അങ്ങനെ ജീവിക്കുമ്പോഴും ആ തന്ത്രി കുടുംബത്തിൽ ആരെങ്കിലും കാണിക്കുന്ന കർമ്മം, അധർമ്മം, അത് ചോദ്യം ചെയ്യുന്നതിന് എന്താ വിരോധം? ആ അധർമ്മത്തെ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നിയിരുന്നത്. അതുകൊണ്ട് തന്ത്രി കുടുംബം കാണിച്ച അധർമ്മത്തെ ചോദ്യം ചെയ്യുന്നത്, അതും BJP പോലൊരു പാർട്ടി ചോദ്യം ചെയ്താൽ അതിന് വലിയ വിലയുണ്ടാവും. കാരണം കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായൊരു പാർട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പാർട്ടി കൃത്യമായിട്ട് തന്ത്രിമാരുടെ അധർമ്മത്തെ ചോദ്യം ചെയ്താൽ അതൊരു വലിയ തിരുത്താണ് ആയിരിക്കുമല്ലോ. തന്ത്രിമാർക്ക് പിന്നീട് അധർമ്മം ചെയ്യാതിരിക്കാനുള്ള പ്രേരണ ഉണ്ടാവും. ഈ ദൈവത്തിന്റെ നേരവകാശികളായിട്ട് ഇരുന്നു കൊണ്ട് അധർമ്മം കാണിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു പൊതുബോധം ഉണ്ടായിത്തീരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ സംഭവിക്കുന്നത് ഇപ്പോൾ മറിച്ചാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് കാര്യങ്ങളിൽ കേരളത്തിന്റെ പൊതുമനസ്സ് ആഗ്രഹിക്കുന്നതല്ല അദ്ദേഹം എടുത്ത നിലപാട്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ്. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒരു കാര്യം എന്താണ്? ഒരു കാര്യം NSSന്റെ, അത് നീ വളരെ വികാരവിക്ഷുബ്ധയായ അഭിപ്രായം പറഞ്ഞതാണ്. എന്താണ് ഈ NSS സുഗു നായരെ കൊണ്ട് എന്താണ് നായർ കമ്മ്യൂണിറ്റിക്ക് ഗുണം എന്നൊക്കെ നിങ്ങളൊക്കെ തന്നെ ചോദിക്കേണ്ടത്. അപ്പോൾ അത് ഒരു പൊതുവികാരമാണ്. സുകുമാരൻ നായർ കമ്മ്യൂണിറ്റിക്ക് എന്തു കൊടുത്തു? NSSന്റെ പുതിയ നേതൃത്വം ഇന്ത്യക്കും കേരളത്തിനും നൽകുന്ന സന്ദേശം എന്താണ്? അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെന്റുകളെ പ്രീണിപ്പിക്കുക എന്നല്ലാതെ, സൗകര്യം പോലെ സമദൂരം ശരിദൂരം എന്നൊക്കെ വാചകമടിക്കുക അല്ലാതെ
എന്തെങ്കിലും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന്. രണ്ട്, മന്നത്ത് പത്മനാഭനെ പോലെ ഒരു ആചാര്യനെ സ്വകാര്യ സ്വത്താക്കി വെച്ചിട്ട്, കമ്പനിയാണ് NSS, കമ്പനി ആക്റ്റാണ്, ചാരിറ്റബിൾ സൊസൈറ്റി അല്ല, കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വകാര്യ സ്വത്താണ്. അപ്പോൾ സുകുമാരൻ നായരോട് ചോദിച്ചിട്ട് വേണം, സുകുമാരൻ നായരുടെ അധികാരപത്രം കൊടുത്തിട്ട് അല്ല അനുമതി പത്രം കിട്ടിയിട്ട് വേണം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്കും ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിക്കും ഇന്ത്യയിലെ ഒരു ഗവർണർക്കും ഒക്കെ മന്നം സമാധിയിൽ ചെല്ലാൻ എന്ന ഒരവസ്ഥ അപമാനകരമാണ്. അത് മാറ്റണം, തിരുത്തണം. NSS, കേരളത്തിലെ NSSനെ ശുദ്ധീകരിക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ. ആ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പൊതുമനസ്സ് എവിടെ നിന്നത്? കേരളത്തിന്റെ പൊതുമനസ്സ് അത് ഡൽഹിയിൽ ഇരുന്നത് പറഞ്ഞ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണറായിരുന്ന ആനന്ദബോസ്, CV ആനന്ദബോസ്, അവരുടെയൊക്കെ നിലപാടാണ് ശരിയെന്ന് കേരളം പൊതുവെ അംഗീകരിച്ചതാണ്. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം, അതിൽ തന്നെ നായർ സമൂഹം വ്യാപകമായി അംഗീകരിച്ചതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ BJP ആ നിലപാടിൻ്റെ ഒപ്പം നിന്നില്ല. സുകുമാരൻ നായർ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്, സമുദായത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ്, അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. സുകുമാരൻ നായരെ ചേർത്ത് പിടിക്കുമ്പോൾ നായർ കമ്മ്യൂണിറ്റി പതുക്കെ ഒന്ന് അങ്കലാപ്പിലാവും, ഹൈന്ദവ സമൂഹം പതുക്കെ ഒന്ന് അകന്നു നിൽക്കും. കേരളീയ സമൂഹത്തിൽ BJPക്ക് കിട്ടാവുന്ന വലിയ അംഗീകാരത്തെയും അത് ബാധിക്കും. അതാണ് ഒരു നിലപാട് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഇവിടുത്തെ പൾസ് കർണാടകത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണോ, അതല്ല അദ്ദേഹത്തിന് താഴെ തട്ടിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകന്മാർ, കേരളത്തിലെ സഹപ്രവർത്തകന്മാർ, കേരളത്തിൻ്റെ ജില്ല തോറുമുള്ള പൾസ് അറിയാവുന്ന സഹപ്രവർത്തകന്മാർ അദ്ദേഹത്തിന് കൃത്യം മെസ്സേജ് കൊടുക്കാത്തത് കൊണ്ടാണോ? മൂന്നാമത്തെ ഒരു കാര്യം, ചരിത്രത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു അഴിമതി ആരോപണത്തിൽ BJP കുടുങ്ങി നിൽക്കുമ്പോൾ സംഭാവന കുംഭകോണം എന്ന പേരിൽ കേന്ദ്രം, സ്വന്തം പാർട്ടിക്ക് കേന്ദ്ര നേതൃത്വം കൊടുത്ത കാശ് വലിയ തോതിൽ അടിച്ചു മാറ്റുന്ന നേതൃത്വം സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നൊരു നാണക്കേടുണ്ടല്ലോ. ആ നാണക്കേടിൻ്റെ അന്താളിപ്പിൽ എനിക്ക് തോന്നുന്നു BJPയിൽ ഇത്തരം കാര്യങ്ങൾ, ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും NSS പ്രശ്നത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത നിലപാടിനോട് വലിയ വിയോജിപ്പാണ് കേരളത്തിനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ ഇഷ്യൂ ആണ് ശബരിമല തന്ത്രി പ്രശ്നം. ആ പ്രശ്നം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ് ഉന്നയിച്ചത്. അദ്ദേഹം അത് ഫേസ്ബുക്കിൽ വലിയ പോസ്റ്റായിട്ട് ഇട്ടു. അതിനെ തുടർന്ന് അദ്ദേഹത്തെ മാധ്യമങ്ങൾ ചെന്ന് കണ്ടു. മാധ്യമങ്ങളോട് അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു. ഒരു വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്തിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന വന്നിട്ടും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ല. എൻ്റെ നിലപാട് എൻ്റേതാണ്, എൻ്റെ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നാലും ഈ നിലപാടാണ് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം നിലപാടുമായിട്ട് മാറിയിട്ട് നിൽക്കണം. രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം പറഞ്ഞത് അത് ഒരാളുടെ വ്യക്തിപരമായ നിലപാടാണ്. അതെങ്ങനെയാണ് ഒരു സംസ്ഥാന, ആലോചിച്ച് നോക്കൂ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ നിലപാട് എങ്ങനെ വ്യക്തിപരമാണെന്ന് സ്റ്റേറ്റ് പ്രസിഡന്റിന് പറയാൻ പറ്റുക? പാർട്ടി നിലപാട് അത് എപ്പോൾ പറയാ? പാർട്ടിക്ക് സ്വന്തം നിലപാടില്ലെങ്കിൽ. പാർട്ടി നിലപാട് തന്ത്രിമാരെ ചേർത്ത് പിടിക്കാനാണെങ്കിൽ തന്ത്രിമാരെ രൂക്ഷമായി ആക്രമിക്കുന്ന നിലപാട് വൈസ് പ്രസിഡന്റ് എടുക്കാൻ പറ്റുമോ? അത് എടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2-3 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ KS രാധാകൃഷ്ണൻ സാറിന്റെ നിലപാടിനെ പാർട്ടി സ്വീകരിക്കണം, അല്ലേ? അല്ലെങ്കിലോ KS രാധാകൃഷ്ണൻ സാറിന്റെ നിലപാടിനെ പാർട്ടി തള്ളിപ്പറയണം. പാർട്ടി തള്ളിപ്പറഞ്ഞാൽ അതിന്റെ കൂടെ വരുന്നൊരു നടപടി എന്താ? അദ്ദേഹത്തെയും തള്ളിക്കളയണം. അതാണല്ലോ ഉണ്ടാവുക. അത് നമ്മളെ മുമ്പിൽ വേറെ, അതിപ്പോൾ ആർക്കായാലും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ KS രാധാകൃഷ്ണൻ സാർ തിരുത്തിയില്ല. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന വന്നതിന് ശേഷവും KS രാധാകൃഷ്ണൻ സാർ തിരുത്തിയില്ല. അതിനുശേഷവും പത്രക്കാരോട് അതേ നിലപാട് പറഞ്ഞു, ഇതെന്റെ നിലപാടാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല. അപ്പൊ ഈ സമയത്ത് ഇന്ന് വന്ന പത്രവാർത്ത വെച്ച് KS രാധാകൃഷ്ണൻ എന്നെ BJP നടപടിയെടുത്ത് പുറത്താക്കിയെന്നോ എന്താണ് നമ്മൾ ഇനി കാണേണ്ടി വരുന്ന തലക്കെട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആശയപരമായൊരു സമരത്തിലാണ് അദ്ദേഹം പുറത്തു പോകുന്നത് എന്നത് പോസിറ്റീവായൊരു കാര്യമാണ്. അഴിമതിയുടെ പേരിലല്ലല്ലോ, സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിലല്ലല്ലോ. പല പാർട്ടിയിൽ നിന്നും പലരും പുറത്തു പോകുന്ന കാരണമല്ല അദ്ദേഹത്തിന്റെ കാരണം എന്നുള്ളത് നിലപാടിന്റെ പേരിൽ പുറത്തു പോകുമ്പോൾ അതിന് വേറൊരു സാധ്യതയും കൂടിയുണ്ട്. KS രാധാകൃഷ്ണനെ പോലെ ഒരു വ്യക്തിത്വം ഒരു പാർട്ടിയിൽ നിന്ന് നിലപാടിന്റെ പേരിൽ പുറത്തു പോരുമ്പോൾ തന്ത്രി കുടുംബത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും 2 പേർക്കെതിരായി കുറ്റപത്രം കൊടുക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ്, അത് ആ കേസിനെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. ആ ഗവൺമെന്റ് UDFന്റെ ഗവൺമെന്റാണ്, കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റാണ്. KS രാധാകൃഷ്ണന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം
കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവനും കോൺഗ്രസ്സിന് വേണ്ടി ജോലി ചെയ്യുകയും പഠിക്കുന്ന കാലം തൊട്ട് കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കും. ഇന്ന് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ BJPയിൽ ചേരുന്നത് വരെ കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്തു, കോൺഗ്രസിനെ ആശയപരമായി പിന്തുണച്ചു. പകരം കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന എല്ലാ പദവികളും കൊടുത്തു. അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കി, PSC മെമ്പറാക്കി, PSC ചെയർമാനാക്കി, വലിയ പദവികൾ കൊടുത്തിട്ടുണ്ട്. അതേ കോൺഗ്രസ് ഇപ്പോഴും അധികാരത്തിലിരിക്കുന്ന സമയത്താണ് BJPയിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് മുമ്പിൽ ഇനിയും സാധ്യതകളുണ്ട് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ ഭാവി അദ്ദേഹത്തെ ആദരിക്കുന്ന മട്ടിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും KS രാധാകൃഷ്ണൻ പുറത്തേക്ക് പോകുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.